ഒരു മിനിറ്റ്. ഇതെപ്പോഴും നമ്മുടെ അടിയിലായിരിക്കും. ആദ്യത്തെ അക്ഷരം മാറ്റിയാൽ നമ്മുടെ മുകളിലാകും. ആദ്യത്തെ രണ്ടക്ഷരം മാറ്റിയാൽ നമ്മുടെ ചുറ്റുമാകും. എന്താണിത്? മറന്നുപോയുള്ളൂ. മൈൻഡ് മാറിപ്പോയതാണ്. അത് ഓക്കെയാണ്. ചളി ചോദ്യമാണ്. ഇതപ്പം നിങ്ങൾ ജയിക്കാൻ കഴിച്ചാൽ ദഹിക്കാത്ത ഉപ്പിലിട്ട് വെക്കുന്ന വസ്തു. എന്തെങ്കിലും ഒന്ന് ഒരളവുമായി ബന്ധപ്പെട്ടൊക്കെ ഈ സാധനത്തിന് ക്വസ്റ്റ്യൻസ് ഒക്കെ എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടു? ഞങ്ങൾ അതിലേക്ക് എത്തുന്നേ ഉള്ളൂ. ഇവന്റെ ഡോർ കടന്നപ്പോഴേ ഇന്നായിരുന്നു. തോക്കെടുത്ത് വെടിവെക്കുന്ന ഒരു സീനൊക്കെ വരുന്നുണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾ റിയൽ ലൈഫിലും അങ്ങനെയൊക്കെ തോന്നിയിട്ടില്ലേ ഇങ്ങനെ ആളുകൾ ഇങ്ങനെ ചെയ്യുമ്പോ? തോക്ക് പിന്നെ ഇല്ല മച്ചാനല്ല. എനിക്ക് തോന്നുന്നു നസ്ലിൻ ഇത്ര അടിപൊളിയായിട്ട് ഡാൻസ് കളിക്കുന്നത് ഈ സിനിമയിലാണ്. എല്ലാവർക്കും അറിയാമായിരുന്നു. ആടുകയും പാടുകയും ചെയ്യുന്ന മരണമില്ലാത്തൊരു ജീവി. ജീവി പ്രകാശം. ആര്? ഏകദേശം ആ ഒരു ഏരിയയില. ചിരഞ്ജീവി. ചിരഞ്ജീവി. ചിരഞ്ജീവി ഒരാണെന്ന് പറഞ്ഞു. പ്രകാശാണ്. അതുകൊണ്ട് ആൻസർ കിട്ടിയത്. Own your pride. Pride Diamond Collections by Joya Lucas, world's favorite jeweler. വെൽക്കം ടു മൂവി വേൾഡ് മീഡിയ പ്രസൻസ് അടിച്ചു മോനെ. അപ്പൊ ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് മോളിവുഡ് ടൈംസ് ടീമാണ്. ആവേശമല്ലേ? പക്ഷേ ആണോ? അത് മറ്റേ ഇൻട്രോയ്ക്ക് നമ്മൾ കൊടുത്തല്ല. ഈ ഗെയിം സോണിൽ ഇൻട്രോ ഇല്ല. അങ്ങനെ സാധനം അതിപ്പോ തീരുമാനമായതാണ്. അതുകൊണ്ട് ഞാനിതാണ് ഇൻട്രോ പറഞ്ഞത്. നമ്മള് തുടങ്ങാണ് അല്ലേ? തുടങ്ങാണ്. ഇപ്പൊ മോളിവുഡ് ടൈംസ് വലിയ പ്രതീക്ഷയുള്ള സിനിമയാണ്. ഇപ്പൊ അദ്ദേഹത്തിന്റെ അഭിനവ് സുന്ദർ വിനായകന്റെ ഒരു പ്രത്യേകത ഉണ്ടല്ലോ. അദ്ദേഹത്തിന്റെ ഒരു അഭിനവ് സുന്ദർ നായക്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു രീതി ഉണ്ടല്ലോ. അതായത് കൺവെൻഷണൽ ആയിട്ടുള്ള ഒരു രീതിയും ഫോളോ ചെയ്യാതെ നമുക്ക് കണ്ടാൽ നെഗറ്റീവ് ആണെന്ന് തോന്നും, എന്നാൽ അയാൾ പടത്തിൽ വിജയിക്കും. അപ്പൊ ആ ഒരു സ്കൂളിംഗ്, ആ ഒരു ടൈപ്പ് ഓഫ് പടം തന്നെയായിരിക്കും മോളിവുഡ് ടൈംസ്. അത് ക്യാരക്ടറൈസേഷനിൽ വലിയ വ്യത്യാസം ഉണ്ടാവും. ഇല്ല, ഇതൊരിക്കലും മുകുന്ദനുണ്ണി അസോസിയേറ്റ്സ് പോലത്തെ അങ്ങനത്തെ ഒരു ഡാർക്ക് സിറ്റുവേഷനിൽ നിൽക്കുന്ന ഒരു പടമല്ല. ഇതൊരു വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു, അത്ര കോംപ്ലിക്കേറ്റഡ് അല്ല. ഇത് എല്ലാവർക്കും മനസ്സിലാവുന്ന, ഐ മീൻ ഇത് വളരെ ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ഒരാളുടെ ആസ്പയറിങ് ഫിലിം മേക്കർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിലിം മേക്കർ ആവാൻ നടക്കുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ കഥയാണ്. അയാളുടെ ഒരു 8 വയസ്സ് മുതൽ ഒരു 26-27 വരെയുള്ള ആ ഒരു ലൈഫാണ് സിനിമ മൊത്തം പറയുന്നത്. ഇതിനിടയിലുള്ള ഇയാൾ സിനിമ എടുക്കുന്നതും, ഐ മീൻ സിനിമ എടുക്കാനുള്ള ശ്രമങ്ങളാണ് സിനിമയിൽ പറയുന്നത്. അടിപൊളി. അപ്പൊ ഈ സിനിമയില് എനിക്ക് തോന്നുന്നു നസ്ലിൻ ഇത്ര അടിപൊളിയായിട്ട് ഡാൻസ് കളിക്കുന്നത് ഈ സിനിമയിലാണ്. എല്ലാവർക്കും അറിയാമായിരുന്നു. ഇല്ല, പക്ഷെ ഈ സിനിമയില് അതിലൊരു റോള് വരുന്നുണ്ട്. അതിലൊരു എന്താ പറയാ, ഒരു സീൻ വരുന്നുണ്ട്. നമ്മൾ ഒരു മൂവി കാണുമ്പോ തോക്കെടുത്ത് വെടിവെക്കുന്ന ഒരു സീനൊക്കെ വരുന്നുണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾ റിയൽ ലൈഫിലും അങ്ങനെയൊക്കെ തോന്നിയിട്ടില്ലേ ഇങ്ങനെ ആളുകൾ ഇങ്ങനെ ചെയ്യുമ്പോ? തോക്കെടുത്ത് വെടിവെക്കാനല്ല, പക്ഷെ എന്തെങ്കിലുമൊക്കെ പറയാൻ. അതായത് ഇപ്പൊ പടത്തിന്റെ സ്പോയിലേഴ്സ് ഒക്കെ പുറത്തേക്ക് വിടുന്ന രീതി ഉണ്ടല്ലോ. പക്ഷെ അതിൽ ഇറങ്ങുമ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഒരു താരത്തിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ തന്നെ, ഒരു ക്യാമിയോ അപ്പിയറൻസ് തന്നെ ആളുകൾ അതന്നെ റീലാക്കിയും ഷോർട്സ് ആക്കി ഒക്കെ ഇടുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു പുതുമ, അതായത് ആളുകൾക്ക് ആ സസ്പെൻസ് കാണാനുള്ള ഒരു എക്സൈറ്റ്മെന്റ് കളയാണ്. അങ്ങനെയുള്ള പ്രവണതകളൊക്കെ കാണുമ്പോൾ എന്താ ഫീൽ ചെയ്യുന്നത് ഷറഫുദ്ദീൻ? അല്ല, അത് മോശമാണല്ലോ. നമ്മളെല്ലാവരും പറയാറുള്ളതല്ലേ എന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമയുടെ കണ്ടന്റുകൾ, സിനിമ നമ്മൾ അത്യാവശ്യത്തിന് ട്രെയിലറോ അല്ലെങ്കിൽ ടീസറോ ഒക്കെ കാണിക്കാറുണ്ട്. അല്ല, അതല്ലാത്തതെല്ലാം ഇതിന് വേണ്ടി കാണിക്കുമ്പോൾ, സിനിമയുടെ ഭാഗങ്ങൾ കാണിക്കുമ്പോൾ അത് ശരിയല്ല എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ. തോക്ക് പിന്നെ ഇല്ല മച്ചാനല്ല, അതുകൊണ്ട് തോക്കില്ല. എന്താണ് റോള്? പക്ഷെ ഞാൻ പറഞ്ഞത് അങ്ങനെ രണ്ട് വ്യത്യസ്തമായ വില്ലനായിരുന്നു കേട്ടോ. എന്താണ് വില്ലനായിട്ട് പ്രതീക്ഷിച്ച് കളഞ്ഞ? പെട്ടെന്നാണ് എന്നെ ഓഫ് ചെയ്ത് കളഞ്ഞ പുള്ളി. അല്ല, രസമുണ്ട് വില്ലനായിട്ട് ചെയ്യുമ്പോ. സീരിയസ്ലി ഒരു പുതു വില്ലൻ ഇവിടെ ചർച്ചയ്ക്ക് എടുക്കേണ്ട കേസിൽ നിന്ന് മനസ്സിലായി. അങ്ങനെ എന്താ പറയാ, ഈ സിനിമയിലെ മൊത്തത്തിൽ എല്ലാവരും ആക്ച്വലി കുറച്ച് നന്മയുള്ള ക്യാരക്ടേഴ്സ് ആണ്.
എസ്പെഷ്യലി സംഗീതിന്റെ ക്യാരക്ടർ ആണെങ്കിലും എന്റെ ക്യാരക്ടർ ആണെങ്കിലും അല്ലേ അതെ എവിടെയും കുത്തി പറയുന്ന കുറച്ച് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഭയങ്കര വൈബാണ്, ഭയങ്കര മോട്ടിവേറ്റ് ചെയ്യുന്ന ടൈപ്പ് ക്യാരക്ടറാണ് കൂടുതലായിട്ടുള്ളത്. അപ്പോൾ നസ്ലിന്റെ ക്യാരക്ടർ ആണെങ്കിലും ഇപ്പോൾ ഒരു ലൈഫ് ജേർണി ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു ഇപ്പൊ എല്ലാം നമ്മൾ സിനിമയുടെ നമ്മളെല്ലാവരും എപ്പോഴും കാണുന്ന ആൾക്കാരല്ലേ, നമ്മളൊക്കെ എപ്പോഴും കാണുന്നവരല്ലേ, നമ്മൾ അങ്ങനെ ഒരു വലിയൊരു ക്രൗഡില്ലേ സിനിമയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന, നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. എല്ലാവരുടെയും ഫേവറേറ്റ് സിനിമ ആവാനുള്ള എല്ലാ സാധ്യതയുള്ള സിനിമയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു സിനിമ ചെയ്യാൻ നടക്കുന്ന ഒരു പയ്യൻ്റെ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കഥാനുപരി നമ്മൾ എന്തൊരു ടാർഗറ്റ് വെച്ച് അല്ലെങ്കിൽ എന്താണ് ജീവിതത്തിലെ മോഹം എന്ന് വെച്ചിട്ട് നമ്മൾ അതിനോട് മുന്നോട്ട് പോകുമ്പോൾ നമുക്കുണ്ടാകാവുന്ന പ്രതിസന്ധികളും അതിനെ തരണം ചെയ്യുന്നതും അതിൻ്റെ കൂടെ വരുന്ന ആൾക്കാരും അതിൻ്റെ കൂടെ ചേരുന്ന മറ്റു മനുഷ്യരൊക്കെ കൂടി ചേർന്നതാണ് സിനിമ. അപ്പം എനിക്ക് തോന്നുന്നു ആ രീതിയിൽ ഭയങ്കര പോസിറ്റീവായിട്ട് എനിക്ക് തോന്നുന്ന സിനിമയാണ് മോളിവുഡ് ടൈംസ്. കുറേയൊക്കെ എനിക്ക് തോന്നുന്നു അബി ലൈഫിൽ നിന്ന് എടുത്തതും എല്ലാം ഉണ്ടാവുമായിരിക്കും ചിലപ്പോൾ. ഞാനൊക്കെ ചോദിച്ചിട്ടുണ്ട് പറയില്ല, പക്ഷെ ഈ പറഞ്ഞ പോലെ എന്താ പറയാ, ഞാൻ ഇടയ്ക്ക് ചോദിക്കും അതെങ്ങനെ അങ്ങനെ ചിന്തിച്ചതെന്ന് ചോദിക്കുമ്പോ പറയും എന്റെ പോനേടാ എന്ന് പറയുന്നത് മനസ്സിലാവുന്നുണ്ട്, പുള്ളിക്ക് എവിടെയൊക്കെയോ കണ്ടു പരിചയമുള്ള അല്ലേ. അങ്ങനെ എനിക്ക് തോന്നിയിട്ടുള്ളത് അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് നെസ്ലൻ ചെയ്യുന്നത് ആക്ച്വലി. ഞാനൊക്കെ ഇതിന്റെ ഭാഗമായിട്ട് ഇപ്പൊ നമ്മളൊക്കെ പല സ്ഥലത്തും കാണുന്ന ഞാൻ പറഞ്ഞ പോലത്തെ അതിലൊരു ഭാഗമായിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ഞാൻ ചെയ്യുന്നത്. ഇത് ശരിക്കും ഞാൻ എന്ത് ചെയ്യുന്നു ഇതില് വിനീത് മാധവൻ എന്നാണ് നെസ്ലിന്റെ ക്യാരക്ടർ പേര്. അപ്പൊ അതില് വിനീത് മാധവന്റെ ചെറുപ്പകാലം മുതലുള്ള സുഹൃത്താണ്. ത്രൂ ഔട്ട് എൻഡ് വരെ ഫുൾ ഇമോഷനിലും കൂടെയുള്ള റിയൽ ഫ്രണ്ട്, ട്രൂ ഫ്രണ്ട്. സുജി എന്നാണ് ക്യാരക്ടറിന്റെ പേര്. സുജിത് രാജ്. ഓ സോറി, നെയിം പറയണം. അതെ എന്റെ പേരിനാണ്. പേര് പുറത്ത് പറഞ്ഞല്ലോ. ഇല്ലല്ലേ അതൊരു കോൺടെസ്റ്റ് ഒക്കെ ആയിട്ട് വെക്കും. അത് കോൺടെസ്റ്റ് ആവുമായിരിക്കും ചിലപ്പോ. ഫസ്റ്റ് ഷോക്ക് കയറാതെ പുറത്ത് ആ കോൺടെസ്റ്റിൽ പങ്കെടുത്തോളാൻ പറയും. ഓക്കെ, ഇവിടെ വന്നപ്പോ ഒരു സൈലന്റ് ആയിട്ടിരിക്കാണ് സംഗീതേട്ടൻ. എന്ത് പറ്റി ഇന്നൊരു ഉഷാറില്ലാത്ത? സെയിം ടീം ആയതുകൊണ്ടാണോ? നിങ്ങൾ ഇങ്ങനെ വർത്താനം പറഞ്ഞോണ്ടിരിക്കല്ലേ, ഞാൻ ആലോചിക്കായിരുന്നു സ്പോയിലേഴ്സിനെ പറ്റിയിട്ട് നിങ്ങൾ വലിയ ഇതൊക്കെ വിമർശിച്ചിട്ട് നിങ്ങളുടെ ഉള്ളിൽ അതാ നിങ്ങൾക്ക് തോക്കെടുത്ത് വെടിവെക്കാൻ തോന്നാറില്ല? അല്ലല്ല, കണ്ടന്റ് എടുത്ത് പുറത്തു വിടണതും നിങ്ങളുടെ കണ്ടന്റ് എടുക്കണതെന്ന ഒരു വെറൈറ്റി ആയിട്ടുള്ള കാര്യമല്ലേ, വ്യത്യസ്തമായിട്ടുള്ള കാര്യമല്ലേ. എല്ലാ രീതിയിലും ഫ്രഷ് ആയിട്ട് സിനിമ ഒരാൾ കാണുന്നതായിരിക്കും നമുക്ക് ഏറ്റവും ഭയങ്കര സന്തോഷം. അത് പക്ഷെ അപ്പൊ ഞങ്ങളുടെ വയറ്റിപ്പഴപ്പിനെ ബാധിക്കുന്ന, പക്ഷെ ഞങ്ങളെ വയറ്റിപ്പഴപ്പാണ്. നിങ്ങൾക്ക് പ്രൊമോഷൻ ഇല്ലാണ്ട് ജീവിക്കാം. ഇതിപ്പോ വേറെ ചർച്ച ചെയ്യും. ഓക്കെ, ഇപ്പൊ ഇതിലൊരു ടാഗ് ലൈൻ വന്നിട്ടുണ്ടായിരുന്നു മോളിവുഡ് ടൈംസിന്, ഹെയ്റ്റ് ലെറ്റർ ടു മലയാളം സിനിമ. അതിപ്പോ അത് കാണാനില്ല. അത് പോട്ടെ, അങ്ങോട്ട് തിരിച്ചു വാ. അപ്പൊ അതായത് ഞങ്ങളിപ്പോ കുറച്ച് മലയാള സിനിമയിൽ വളരെ ഫേമസ് ആയിട്ടുള്ള കുറച്ച് ലവ് ലെറ്റേഴ്സ് സംഘടിപ്പിച്ചിട്ടുണ്ട്, കഥാപാത്രങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അയച്ചിട്ടുള്ളത്. സോ ഒരു വാമ്പ് പോലെ, നമ്മുടെ ഗെയിം സോണിന്റെ വാമ്പ് പോലെ ഈ ലവ് ലെറ്റേഴ്സിന്റെ ഒരു ചെറിയ ഭാഗം ഞങ്ങൾ പറയും. അതേതാണ് ആ സിനിമ എന്ന് പറയാം. ഇത് നമ്മുടെ ആക്ച്വൽ ഗെയിമായിട്ട് ബന്ധമൊന്നുമില്ല, നല്ലൊരു വാമ്പിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, നിങ്ങളുടെ ഒരു രസം, ഞങ്ങൾക്കല്ല എന്റർടൈൻമെന്റ്. ഓക്കെ, ഫസ്റ്റ്, എന്റെ ചക്കരക്കുട്ട, എത്ര കാലമായി വേഴാമ്പലിനെ പോലെ ഞാൻ മഴയായി പെയ്യുന്നത്. ഈ ഒരു സ്പിരിറ്റ് ആണ് ഞങ്ങൾക്ക് വേണ്ടത്. അതെ, ഇവർക്ക് ഇന്ന് സ്പിരിറ്റ് കുറച്ച് കുറവാ, കുറച്ച് റെഡി ആയിക്കോളും. അടുത്ത കത്ത്, നെക്സ്റ്റ് കത്തിന്റെ ലൈനാണ്, ഈസ്റ്റ് ഓർ വെസ്റ്റ് യു ആർ ദി ബെസ്റ്റ്. വെരി സിമ്പിൾ. പുറംഭാഗത്ത് എഴുതുന്ന വേറൊരു കത്താ, ഈസ്റ്റ് ഓർ വെസ്റ്റ് യു ആർ ദി ബെസ്റ്റ്. അല്ലല്ല, റീസെന്റ് 2010 ശേഷം ഇറങ്ങിയ പാടാ, ഭയങ്കര ഐക്കോണിക് സ്റ്റേജറുള്ള ഒരു പാടാ. സിനിമയുമായി ബന്ധപ്പെട്ട ഒരു ആക്ഷൻ ഒക്കെ കാണിച്ചിട്ടുണ്ട് ഹോമില് ആ പടത്തിലൊരു എലമെന്റുമായി ബന്ധപ്പെട്ട ഷർഫുക്കിയുമായി ചേർന്ന് നിൽക്കുന്ന സിനിമയാണ് അടുത്തത്. നീ അയച്ച കത്തുകൾ വായിച്ച് സന്തോഷിക്കുന്നു, ദൈവകൃപയാൽ നിനക്ക് ക്രിസ്തുവിന്റെ മണവാട്ടിയാവാൻ അവസരം കിട്ടിയ വിവരം അറിയിക്കുന്നു. ബാക്ക്ഗ്രൗണ്ടിൽ മഴ എന്ന് നിന്റെ മൊയ്തി. ബാക്ക്ഗ്രൗണ്ടിൽ മഴ. ഷർഫുക്കി ഈ പടത്തിനെ പറ്റിയിട്ട് വളരെ വാചാലനായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ക്ലാസിക് സിനിമയാണ്, ലാലേട്ടനുള്ള സിനിമയാണ്,
തൂവാനത്തുമ്പികൾ. യെസ്. അടിപൊളി. അതാണ് 2010 ശേഷം. അല്ല അത് ആദ്യത്തെ പടം. ഇവരൊക്കെ വേറെ ഞാൻ എന്റെ കണക്ഷനിൽ അടിച്ചു പോയേക്കുമായിരുന്നു. ഞാൻ എന്റെ ഇത് പടവട്ടി എന്നൊക്കെ പറഞ്ഞിട്ട്. ഓക്കെ. ഓക്കെ, ഇത് ഈ അല്ലല്ല, ഒരെണ്ണം കൂടി ഫൈനൽ ഒരെണ്ണം കൂടി ഉണ്ട്. അതെ, ചോട്ടൻ എന്നെ വറുക്കരുത്. അടിച്ചിട്ട് പറ. കനൽ കാറ്റ്. Yes. കറക്റ്റ്, അടിപൊളി. അപ്പൊ ഈ ഒരു വൈബാണ് ഞങ്ങൾ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. അതെ, ഈ ഒരു വൈബിലാണ് നമ്മൾ നമ്മളുടെ ഷോ മുന്നോട്ട്. അപ്പൊ നമ്മുടെ ഒഫീഷ്യൽ നമ്മുടെ ഗെയിം നടക്കാൻ പോവാണ്. Yes. അതായത് ചോദിക്കുന്നു, ആരാദ്യം ബസ് അടിക്കുന്നു അവരാണ് ഉത്തരം പറയേണ്ടത്. അല്ലാതെ പറയുന്ന എല്ലാ ഉത്തരങ്ങളും അസാധുവായിരിക്കും. ഓക്കെ, സെറ്റ്. അപ്പൊ നിങ്ങൾക്ക് ടീമിന് ഒരു പേരിടണമെങ്കിൽ പെട്ടെന്ന് പേരിടാം. പേര് വേണോ? കണ്ടാ മനസ്സിലാവുമല്ലോ. ഓക്കെ, പിന്നെ അങ്ങനെ ആവട്ടെ, കുഴപ്പമില്ല. അപ്പൊ നമ്മുടെ അടിച്ചു മോനന്റെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു സെഷൻ ആണിത്. കുസൃതി ചോദ്യം റൗണ്ട് ആണ്. ഓക്കെ, അപ്പം കുറച്ച് ആലോചിച്ച് പറയേണ്ടതാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണേ, സ്വന്തം പേര് വിളിച്ച് പറഞ്ഞു നടക്കുന്ന ജീവി. സ്വന്തം പേര് വിളിച്ച് പറഞ്ഞു നടക്കുന്ന ജീവി. വളരെ ലോക്കലായിട്ട്. വളരെ താഴ്ന്ന രീതിയിൽ ചിന്തിച്ചാൽ മതി. ചളി ചോദ്യങ്ങളാണ്. ഇതപ്പം നിങ്ങൾ ജയിക്കാൻ ഞാൻ ആദ്യം വിചാരിച്ചു. ഒട്ടും ചിന്തിക്കാതെ കഴിച്ചാൽ ദഹിക്കാത്ത ഉപ്പിലിട്ട് വെക്കുന്ന വസ്തു. എന്തെങ്കിലും ഒന്ന് ദഹിക്കാത്ത ഉപ്പിലിട്ട് വെക്കുന്ന വസ്തു. കഴിച്ചാൽ ദഹിക്കില്ല, പക്ഷെ ഉപ്പിലിട്ട് വെക്കും. ഇത് ഉപ്പിലിട്ട് വെക്കുന്ന സാധനങ്ങൾ. ക്ലൂ ഉണ്ടോ? ഇത് ഒരളവുമായി ബന്ധപ്പെട്ടൊക്കെ ഈ സാധനത്തിന്. അതെ, അതില്ലാതെ നമുക്കൊന്നും അത് ഞാൻ നല്ലൊരു ഇത് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി കുറച്ച് ആലോചിക്കാനുള്ളതാണ്. കേരളത്തിന് പുറത്തും നമുക്ക് ഉപയോഗിക്കാവുന്ന മലയാള മാസം. കേരളത്തിന് പുറത്ത് നമ്മൾ ഇത് ഉപയോഗിക്കും, ഈ ഒരു വേർഡ്. വളരെ ക്രിഞ്ചുള്ള ചളിയായ ചോദ്യം. മലയാള മാസം. മലയാള മാസം. കർക്കിടകം ഒക്കെ പോലത്തെ ഒരു മാസം. മേഡം, വൃശ്ചികം. ഉപയോഗിക്കാലോ. ക്വസ്റ്റ്യൻസ് ഒക്കെ എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടു? ഞങ്ങൾ അതിലേക്ക് എത്തുന്നേ ഉള്ളൂ. ഭയങ്കര ത്രില്ല. ഇവന്റെ ഡോർ കടന്നപ്പോഴേ ഇന്നായിരുന്നു. രണ്ടക്ഷരം പോയാൽ ഒന്നാകുന്ന ഇംഗ്ലീഷ് വാക്ക്. ഒന്നാകുന്ന ഇംഗ്ലീഷ് വാക്ക്. ഇതില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. ഇതിന്റെ ക്ലൂ പറഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടും. ഇതില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല, നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. നമ്മുടെ ശരീരത്തോട് ചേർന്ന് രണ്ടക്ഷരം പോയാൽ ഒന്നാവുന്ന ഇംഗ്ലീഷ് വാക്ക്. രണ്ടക്ഷരം പോയാൽ ഒന്നാവുന്ന ഒരു ഇംഗ്ലീഷ് വാക്ക്. നമ്മുടെ ശരീരത്തോട് ചേർന്നിരിക്കുന്ന, നമ്മൾക്ക് ഇതില്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല. രാത്രി മാത്രം നമ്മൾ മാറ്റി വെക്കുന്ന, ഐ മീൻ ഉറങ്ങുമ്പോ മാത്രം. ഉറങ്ങുമ്പോ എപ്പോഴും മാറ്റി വെക്കണം നിർബന്ധമില്ല. ചിലപ്പോ രണ്ടക്ഷരം മാറ്റി വെച്ചാൽ ഒന്നാവുന്ന ഇംഗ്ലീഷ് വാക്ക്. പറഞ്ഞോ. ഫോൺ. അടിച്ചിട്ടാണ് പറയേണ്ടത്. അടിക്കാതെ പറഞ്ഞ അസാധുവല്ലേ? അടിച്ചല്ലോ. അതായത് രാത്രി മാത്രം മാറ്റി വെക്കുന്നത് പറഞ്ഞപ്പോഴാണ്. ഫോണിന്റെ pH മാറ്റി കളഞ്ഞാൽ വണ്ണാവുമല്ലോ. ഒന്നാകുമല്ലോ. ഒന്ന് എങ്ങനെയുണ്ട്? ഒരുപാട് അങ്ങനൊന്നും ചിന്തിച്ചില്ല. ഓക്കെ, ഫോൺ ഉറങ്ങുമ്പോ ഇത് കുറച്ച് ചിന്തിക്കേണ്ട കുറച്ച് ലോങ് ക്വസ്റ്റ്യൻ ആണ്. ഇത് കുറച്ച് ലോങ് ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിച്ച് കേൾക്കണേ. ഇത് എപ്പോഴും നമ്മുടെ അടിയിലായിരിക്കും. ആദ്യത്തെ അക്ഷരം മാറ്റിയാൽ നമ്മുടെ മുകളിലാകും. ആദ്യത്തെ രണ്ടക്ഷരം മാറ്റിയാൽ നമ്മുടെ ചുറ്റുമാകും. എന്താണിത്? ചോദ്യം ഒന്ന് മറന്നുപോയുള്ളൂ. അല്ല, ഒന്ന് മൈൻഡ് മാറിപ്പോയതാണ്. അത് ഓക്കെയാണ്. നമ്മുടെ അടിയിലായിരിക്കും. ആദ്യത്തെ രണ്ടക്ഷരം മാറ്റിയാൽ നമ്മുടെ മുകളിലാകും. ആദ്യത്തെ രണ്ടക്ഷരം മാറ്റിയാൽ നമ്മുടെ ചുറ്റുമാകും. ഒരു വസ്തുവാണ്. ആദ്യം താഴെയായിരിക്കും. ആദ്യത്തെ രണ്ടക്ഷരം മാറ്റിയാൽ മുകളിലായിരിക്കും. ആദ്യത്തെ അക്ഷരം മാറ്റിയാൽ നമുക്ക് ചുറ്റുമായിരിക്കും. ആദ്യത്തെ അക്ഷരം മാറ്റിയാൽ
അല്ല, അല്ല അതിൽ എയർ ഉണ്ടല്ലോ, എയറൊക്കെ ചുറ്റും ഉണ്ടല്ലോ. നിങ്ങൾ ആ ചിന്തയിൽ നിന്നൊക്കെ മാറും. നിങ്ങൾ ഉദ്ദേശിക്കുന്ന സാധനങ്ങളെ അല്ല. അല്ല അത് അവരോട് പറയൂ. ഞങ്ങൾ സാധനങ്ങളായിട്ട് ഇതിൽ ഒരു ബന്ധമില്ല. ഇതൊരു വസ്തുവാണ്. അല്ല അതൊരു വസ്തു അല്ല. ഒരു വസ്തു. മതി മതി, ഞാൻ വസ്തു തന്നെ ഗ്ലൂ ഇപ്പൊ നിങ്ങൾ നിൽക്കുന്ന അവസ്ഥയിൽ നിന്ന് മാറണമെങ്കിൽ ആ സാധനം വേണം. ആദ്യത്തെ അക്ഷരം മാറ്റിയാൽ മുകളിലായിരിക്കും. ഏത് സദസ്സിൽ പോയാലും കാറല്ലല്ലോ. ഏത് സദസ്സിൽ പോയാലും ഇത് അത്യാവശ്യമാണ്. എന്താ ഫാനാണോ? കാർ സദസ്സിലോ? ഏത് സദസ്സിൽ പോയാലും നിങ്ങളെ വെൽക്കം ചെയ്ത് വെൽക്കം ചെയ്തതിന് ശേഷം ഇങ്ങനെ ഒരു വലിയ ക്ലൂ പറയാം. നമുക്കിങ്ങനെ കൊറേ നേരം നിക്കുമ്പോ എന്താ തോന്നാ? കൊറേ നേരം നിക്കുമ്പോ എന്താ തോന്നാ? കാല് കഴിക്കുമ്പോ ചോദ്യത്തിനല്ല ഉത്തരം എല്ലാ ക്ലൂവിനാ അതൊന്ന് എക്സ്പ്ലെയിൻ അതായത് CH കളഞ്ഞാൽ എയർ ആവും ചുറ്റുമുള്ളത്, C കളഞ്ഞാൽ ഹെയർ ആവും. മുകളില് ഓ ലോജിക് ഉണ്ട് ഇതിനകത്ത്. ലോജിക് ഉണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, ഇത് ഇത്തിരി ലോജിക് ഉള്ളതാ. ക്യാപ്റ്റനോട് ഷറഫുദ്ദീൻ ഷറഫുദ്ദീൻ എന്തായാലും പറയാൻ പറ്റും. ഷറഫുക്ക ബുദ്ധി ഉപയോഗിച്ച് പറയേണ്ട ഒരു ഏരിയ. പുരുഷന്മാരുടെ മുടി പെട്ടെന്ന് നരയ്ക്കുന്നു, പക്ഷെ മീശ പെട്ടെന്ന് നരയ്ക്കുന്നില്ല. എന്താണ് കാരണം? പുരുഷന്മാർക്കാണല്ലോ മീശോള്. അല്ല അല്ല അതല്ല അങ്ങനെയല്ലല്ലേ? അതാ സാധു. അതാണല്ലോ സ്ത്രീകൾക്ക് മീശ ഉണ്ടോ? അല്ലല്ല, ഇത് പുരുഷന്മാരുടെ കാര്യം മാത്രം പറയണേ. പുരുഷന്മാരുടെ മുടി വേഗം നരയ്ക്കുന്നു, മീശ നരയ്ക്കുന്നില്ല. മീശ അതെന്തുകൊണ്ടാണ്? എന്തുകൊണ്ടാണ്? അതിന്റെ കാരണം കുറച്ച് ലോജിക് ഉണ്ട്. കുറച്ച് ലോജിക് ഉണ്ട്. കുറച്ച് ലോജിക് ഉണ്ട്. ലോജിക് ഉണ്ടോ? ആ ലോജിക് ഉണ്ട്. ലോജിക് ഉണ്ട്. ലോജിക് ഉണ്ട്. കാര്യമായിട്ട് ലോജിക് ഉണ്ട്. യെസ്, ലോജിക് ഉണ്ട്. മീശ നരയ്ക്കുന്നില്ല. മുടിയാണ് അത് നരയ്ക്കുന്നത്, മീശ നരയ്ക്കുന്നില്ല. പറ. അതെന്തുകൊണ്ട്? എന്താ സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ള സ്കിൻ കെയറുമായിട്ട് ഏകദേശം ആ ഒരു ഏരിയല്ല. സ്കിൻ കെയർ ആണ്. സ്കിൻ കെയർ അല്ല, സ്കിന്നുമൊക്കെ ആയി ബന്ധപ്പെട്ട് അങ്ങനെ വരും. രാസപരിപ്രവർത്തനത്തിന്റെ ഒക്കെ ഒരു ഏരിയയിലേക്ക് വരും. രാസപ്രവർത്തനത്തിന്റെ രാസനാമങ്ങളൊക്കെ പറയേണ്ടി വരും. രാസനാമങ്ങളൊന്നും പറയേണ്ടി വരില്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇറങ്ങാന്ന് വിചാരിച്ചിട്ടാ. ഒരു ക്ലൂ കൂടി തരൂ. ഈ കാലം പോകുന്തോറും നമുക്ക് പ്രായമാവുമല്ലോ. അത്രയൊന്നും ചിന്തിക്കണ്ട, ഞാൻ പറഞ്ഞില്ലേ, അധികം ചിന്തിക്കണം. കാലം പോകുന്തോറും നമുക്ക് പ്രായമാവുമല്ലോ. അതെ, ആവും. ഏതാണ് ആദ്യം ഉണ്ടാവുന്നതും ഒക്കെ ബന്ധപ്പെട്ട്. ഓ, ഹെയർ ആദ്യം ഉണ്ടാവുന്നു, അത് കഴിഞ്ഞിട്ടാണ് മുടി. അതാണ് ഉത്തരം. അതെ. ആദ്യം മുടി ഉണ്ടാവും, പിന്നെ മീശ. സയന്റിഫിക്കലി പറയാണോ നിങ്ങള്? അല്ല, സയന്റിഫിക്കലി അല്ല, ഇതിനെ ലോജിക്ക് ഇതാ. കുറച്ച് ലോജിക്കൽ ക്വസ്റ്റ്യൻസ് ആവാന്ന് വിചാരിച്ചു. ഓക്കെ, ഞങ്ങളല്ലേ ജയിച്ചത്? അതെ, ഇവരാണ് ജയിച്ചത്. ഇവരാണ് ജയിച്ചത്. ഒരു ഇത് പുറത്തുപോയി പറയാലോ. അതെ അതെ, പുറത്തുപോയി പറയാം. ഓക്കെ, അടുത്തത്. ആടുകയും പാടുകയും ചെയ്യുന്ന മരണമില്ലാത്തൊരു ജീവി. ജീവി പ്രകാശം. ഏകദേശം ആ ഒരു ഏരിയയില. ചിരഞ്ജീവി. ചിരഞ്ജീവി. ഒരാണെന്ന് പറഞ്ഞു. സിമ്പിൾ ക്വസ്റ്റ്യൻ. അതുകൊണ്ട് ആൻസർ കിട്ടിയത്. എന്നാ ഒരു ചോദ്യം ചോദിക്കാം. ശരിക്കും മരിക്കാത്ത ജീവി. നിങ്ങൾക്ക് ബെല്ലടിക്കാൻ ഉത്തരം പറയാം. ബെല്ലടിക്കാൻ ഉത്തരം പറയാം. ഞങ്ങൾക്ക് ചോദിക്കാനല്ലേ അല്ല, എന്ന് വെച്ചാൽ മരിക്കാത്തൊരു ജീവിയുണ്ട്. ഫോസില. അല്ല അല്ല അല്ല, വാച്ചിന്റെ ജെല്ലി ഫിഷ്. അതെ, ഇതുപോലെ ഒരു ജനറൽ നോളജ് കിട്ടിയില്ലേ? ആർക്കും അറിയില്ല, ഇവിടെയുള്ള ആർക്കും അറിയില്ലായിരുന്നു. അതൊരു ഗംഭീര സാധനം. അല്ല, നിങ്ങളുടെ ചോദ്യം ഒരുപാട് അനിമൽ പ്ലാനറ്റ് കാണായിരുന്നു ചെറുപ്പത്തില്. അനിമൽ പ്ലാനറ്റ് കാണായിരുന്നു ചെറുപ്പത്തില്. പിന്നെ സ്കൂളിലൊക്കെ പഠിച്ചാൽ ഓക്കെ. ഇനി ഒരെണ്ണം, ഒരു ക്വസ്റ്റ്യൻ. ഒരു വർഷം ഉറപ്പായും ഗ്യാരണ്ടി നൽകുന്ന ഒരു സാധനം. ഒരു വർഷം ഉറപ്പായും ഗ്യാരണ്ടി നൽകുന്ന ഒരു സാധനം. ഇത് ഗ്യാരണ്ടീഡ് ആണ്. വയസ്സാണോ? അതിങ്ങനെ ഒരു വർഷം മാത്രം. ഒരു വർഷം ഒരു വർഷം കറക്റ്റ് ഗ്യാരണ്ടി. ഒരു വർഷം കറക്റ്റ് ഗ്യാരണ്ടി ഉണ്ട്. ഇതെന്താ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ
ഒരു വർഷം എല്ലാ വീടുകളിലും ഉണ്ടാവും കേട്ടോ. എല്ലാ വീടുകളിലും കാണും. എല്ലാ വീഡിയോയിലും കാണാം. എല്ലാ വീടുകളിലും എല്ലാ വീട് കുസൃതി ലോജിക്കുണ്ട്, ചെറിയ ലോജിക്. ഇതുവരെയുള്ള ചോദ്യങ്ങൾ അനുസരിച്ച് എന്ത് തോന്നണം? കുസൃതിക്ക് മേലെ വേറെ മിക്സ്ഡാ അല്ല, മിക്സ്ഡ് അല്ല, ഇത് ലോജിക്കൽ ആണല്ലേ. ഒരു വർഷത്തിന് മേലെ എന്തായാലും ഗ്യാരണ്ടി ഉണ്ടാവും. അല്ല, ഒരു വർഷം കറക്റ്റ് ഒരു വർഷം കിട്ടുള്ളൂ. അത് കഴിഞ്ഞ് കിട്ടില്ല. കഴിഞ്ഞ കിട്ടില്ല. അത് കഴിഞ്ഞാൽ പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ അത് കൊണ്ടൊരു ഉപകാരമില്ല. കലണ്ടർ ഓക്കെ. സംഗീതം എവിടെയായിരുന്നു? ഇനി ഞങ്ങളെ കുറച്ചുകൂടി നിങ്ങൾക്ക് പറ്റുന്ന എനിക്ക് കോസ്റ്റ്യൂം വാട്സപ്പിൽ അയച്ചതല്ലേ. ഇല്ല, ഇനി നിങ്ങൾക്ക് കുറച്ചുകൂടി എൻഗേജിങ് ആവുന്ന രണ്ടാമത്തെ റൗണ്ടിലേക്ക് കടക്കാം. അതിനു മുമ്പ് ടെസ്ലിന്റെ എന്റെ സംഗീത ടീമിന് എല്ലാരും കൈയടിക്കേ, നമ്മൾ പ്രോത്സാഹിപ്പിക്കണ്ടേ? ഞങ്ങൾ കൈയടിക്കുന്നില്ല, ചെറിയൊരു ടാസ്ക് ഉണ്ട്. Own your pride. Pride Diamond Collections by Joya Lucas, world's favorite jeweler.